നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഈശ്വരൻ ചതിച്ചോ എന്റെ ദൈവമേ. അയ്യോ അയ്യോ. എന്താ പ്രിയതമേ ശകുന്തളെ, എന്താ ഇങ്ങനെ ഭയന്ന് നിൽക്കുന്നത്? ഇത് ഞാനല്ലേ, നിന്റെ ദുഷ്യന്ത മഹാരാജ. അയ്യോ എന്റെ ദൈവമേ. എവിടെ നിന്റെ തോഴിമാർ അനസൂയയും പ്രിയംവദയും? എവിടെ നിന്റെ മുല്ലവള്ളിയും മാൻപേടയും? എവിടെ എന്റെ അമ്മായിയപ്പൻ കണ്വവ മുനി? മനസ്സിലായി മനസ്സിലായി. നോം വരുന്നത് പ്രമാണിച്ച് നീ അവരെല്ലാം ബുദ്ധിപൂർവം പാക്ക് ചെയ്തു അല്ലേ? മിടുക്കി. പെൺകുട്ടികളായാൽ ഇങ്ങനെ വേണം. മിടുക്കി. തൊട്ടുപോയത് തന്നെ. പ്രിയമുള്ളവളെ, നീ എന്നെ മറന്നുപോയോ? നോക്ക്, മുദ്രമോതിരം. ഇപ്പൊ ഓർമ്മ വന്നില്ലേ പ്രിയതമേ? എവിടോ എന്തോ തകരാറുണ്ടല്ലോ. ഈ കഥ ഇങ്ങനല്ലല്ലോ. ദുഷ്യന്ത ശകുന്തളയ്ക്കല്ലേ മുദ്രമോതിരം കൊടുത്തത്? ഇയാൾക്ക് ഞാൻ എപ്പോ മോതിരം കൊടുത്തു? അവധി ആലോചിക്കുന്നത് എന്താന്ന് നോം പറയട്ടെ. ഈ മോതിരം എങ്ങനെ നമ്മുടെ കയ്യിൽ വന്നു എന്നല്ലേ? സോ സിമ്പിൾ. ഇന്നലെ രാത്രി ഭവതി ഉറങ്ങുമ്പോൾ നോം അടിച്ചു മാറ്റി. ഇന്നലെ രാത്രി പരപര പൂത്തു നിന്നപ്പോ പച്ച വെളിച്ചത്തിൽ നിന്റെ മണിയറയിൽ കള്ളനെ പോലെ ഞാൻ വന്നു. നീ നല്ല ഉറക്കത്തിലായിരുന്നുകൊണ്ട് ഇതുപോലെ നിലവിളിച്ചില്ല. ഞാൻ നിന്നെ ഉണർത്തിയതുമില്ല. പകരം ഞാനൊരു പാട്ടു പാടി. എന്റെ നീ ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ, എന്നോ മലാളുറക്കമായി ഉണർത്തരുതേ. എന്നെ ഉണർത്താതെ, ഒന്നും നുള്ളി നോവിക്കുക പോലും ചെയ്യാതെ, മീശമാധവൻ ദിലീപ് കാവ്യമാധവന്റെ അരിഞ്ഞാണ് അടിച്ചു മാറ്റിയതുപോലെ നിന്റെ ഈ മോതിരം ഞാൻ ഊരിയെടുത്തു. ഈ മനുഷ്യൻ ഗോമതി, ഉറക്കത്തിൽ നിന്നെ കാണാൻ എന്ത് ചന്തമായിരുന്നു. മനുഷ്യ, ചന്തത്തിന്റെ കാര്യം പറയുന്നത് എങ്ങനെയാ വൃത്തികേടാകുന്നത്? ചന്തമെന്നാൽ ഭംഗി, ഭംഗി എന്ന് പറഞ്ഞാൽ അഴക്, അഴകെന്നു പറഞ്ഞാൽ സൗന്ദര്യം. ഭൂമിയിലെ ഏറ്റവും മനോഹരമായ വാക്കല്ലേ അത്? അതെങ്ങനെയാ ഗോമതി വൃത്തികേടാകുന്നത്? പറയൂ പറയൂ ഗോമതി, പറയൂ പറയൂ. നിങ്ങൾ ഇവിടുന്ന് പോണം. ആരെങ്കിലും കണ്ട എന്റെ മാനം പോവും അമ്മാവ. അമ്മാവനല്ല, ഏട്ടൻ, പരശുവേട്ടൻ. അങ്ങനെ വിളിക്കൂ ഗോമതി. വരൂ വരൂ ഗോമതിക്കുട്ടി. എന്തോന്ന്? ഗോമതിക്കുട്ടി, ഗോമതിക്കുട്ടി. ഞാനിനി അങ്ങനെ വിളിക്കൂ. വരൂ ഗോമതിക്കുട്ടി, വരൂ വരൂ ഗോമതിക്കുട്ടി. എന്ത് രസമാ വിളിക്കല്ലേ? എനിക്കൊരു
ആത്മവിശ്വാസവും തോന്നുന്നില്ല. ഒന്ന് പോയേ മാമ. പോകാൻ കഴിയുന്നില്ല കോമതിക്കുട്ടി. മാലിനി നദിയിൽ കണ്ണാടി നോക്കാൻ ഇതാ നക്ഷത്രങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇവിടെ ഞാനും നീയും നമ്മുടെ ശാകുന്തളവും അയ്യോ ഈശ്വര. വരൂ പ്രിയേ, ദൈവമേ, അമ്മ. വരൂ ഉണ്ടോ ഇനി? വരൂ പ്രിയേ, വരൂ. നിന്നെ ഓർക്കാത്ത ഒരു നിമിഷം പോലും എന്റെ ജീവിതത്തിലില്ല. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. ഞാൻ നിന്നെ ഒന്ന് വാരി ഉണർന്നോട്ടെ. എന്റെ കർത്താവേ, ഞാൻ എന്നതാ ഈ കാണുന്നേ? അപ്പൊ ഇരുട്ടുവാക്ക് നോക്കി ഇവിടെ ഇതാ സ്ഥിരം പരിപാടി അല്ലേ? ഞാൻ ഇപ്പൊ തന്നെ അമ്മയോട് അയ്യോ അയ്യോ അയ്യോ, ചതിക്കല്ലേ പെണ്ണുപിള്ളേ. നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഒന്നും ഇവിടെ നടന്നില്ല. അത് അമ്മ ഒന്ന് തീരുമാനിക്കട്ടെ. എന്റെ പൊന്നു ക്ലാരമ്മേ, പരശുമാമൻ വെള്ളം എടുക്കാൻ വന്നപ്പോ തെന്നി വീണതാ. തെന്നി വീഴുന്ന ഒരു പ്രേമഗാനം പാടുകല്ലേ? അയ്യോ, ഇത് പ്രേമഗാനം പാടിയതല്ല. പിന്നെ നടു ഒടിഞ്ഞപ്പോ നിലവിളിച്ചതാ. നിലവിളിക്കുന്ന സിനിമാ പാട്ട് പാടിക്കൊണ്ടാണോ? ആരെയാ നിങ്ങൾ ഈ പൊട്ടിയാക്കുന്നത്? ഇങ്ങനെയുള്ള ഞരമ്പ് രോഗികളെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ചെമ്പകശ്ശേരി ഗോമതിയിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. അയ്യോ എന്റെ പൊന്നു ക്ലാരമ്മേ, ദൈവദോഷം പറയല്ലേ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യം. ഇയാളൊന്നും പറയണ്ട. ഒരു വീട്ടിലെ പൂജാമുറി പോലെ പവിത്രമായ സ്ഥലമാണ് അടുക്കളയും. അത് പരിപാവനമായി സൂക്ഷിക്കേണ്ടത് വീട്ടിലുള്ളവരുടെ ഉത്തരവാദിത്തമാണ്. പൂജാമുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയാലും ദൈവം അടുക്കളയിൽ നിന്ന് ഇറങ്ങി പോകരുത്. ദേ അന്നം മുട്ടും. പലതവണ അങ്ങേരി അടുക്കളയിൽ കിടന്ന് കറങ്ങുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് വളം വെച്ച് കൊടുക്കുന്ന ഗോമതി. അതിനിവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. അത് ഞാൻ കൃത്യസമയത്ത് വന്നതുകൊണ്ട്. അയ്യോ, ഇനിയിപ്പൊ അയ്യോ കൊയ്യൊന്നും വിളിച്ചിട്ട് ഒരു കാര്യമില്ല. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇവിടെ ഒരു പുല്ല് സംഭവിച്ചിട്ടില്ല. ഇതെല്ലാം ക്ലാരമ്മയുടെ തെറ്റിദ്ധാരണ. എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടാണോ തെറ്റിദ്ധാരണ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഏർപ്പാടുണ്ടെങ്കിൽ അത് ഇനി മേലിൽ ഈ അടുക്കളയിലോ പരിസരത്തോ ആവർത്തിക്കരുത്. എന്നെ പോലെ വിശുദ്ധയായ ഒരു സ്ത്രീയുടെ കൈകാര്യം ചെയ്യുന്ന സ്ഥലമായത്. എനിക്കൂടി ദോഷം ഉണ്ടാക്കി വെക്കരുത്. പറഞ്ഞേക്കാം. സന്ധ്യകൾ മരമൊരിഞ്ഞൊറിയുമ്പോ ഈശ്വര, ഞാൻ ഇവരെ എന്തു പറഞ്ഞാ വിശ്വസിപ്പിക്കുന്നേ? ഗോമതി എന്തു പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. കാരണം ഈ ഭൂമിയിൽ എനിക്ക് ഏറ്റവും വിശ്വാസം എന്നെയാ. അയ്യോ മനുഷ്യ, മലന്ന് കിടന്ന് സ്വപ്നം കാണാതെ ഇവിടെ നടന്ന എന്തൊക്കെയാന്ന് പറഞ്ഞു കൊടുക്ക്. അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് പെണ്ണുപിള്ള നാട് മുഴുവൻ പാട്ടാക്കും. അമ്മാവ സത്യം പറ, വെള്ളം എടുക്കാൻ വന്നപ്പോ മാമൻ തട്ടി വീണതല്ലേ? ആണോ? പരശുമാവൻ തട്ടി വീണത് എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായി. ആരും കൂടുതൽ വിശദീകരണം ഒന്നും തരണ്ട. നിങ്ങൾ ഇങ്ങനെ കണ്ണിച്ചോരില്ല സംസാരിക്കല്ലേ പെണ്ണുപിള്ളേ. ഇതെങ്ങാനും ആരെങ്കിലും അറിഞ്ഞാൽ ഞാൻ ജീവിച്ചിരിക്കത്തില്ല. ശരി ശരി, ഞാൻ കാരണം ഗോമതി ആത്മഹത്യ ചെയ്യണ്ട. തൽക്കാലം ഞാനിത് ആരോടും പറയുന്നില്ല. പക്ഷെ മേലിത് ആവർത്തിക്കരുത്. ഇല്ല, ഒരിക്കലും ഇല്ല. വാക്കാണല്ലോ. വാക്ക്.